പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തങ്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സുകാരുടെ പുതിയ ഹിന്ദി പാഠപുസ്തകത്തിലെ ഇക്കായ് ഏക്കിലെ ആദ്യത്തെ പാഠത്തിലെ 1ാമത്തെ കവിതയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഖുദ് സേ പ്യാർ, ശോഭ്നാഥ് യാദവിൻ്റെ ഖുദ് സേ പ്യാർ എന്ന കവിത. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാം. ആരാണ്? ശോഭ്നാഥ് യാദവ്. ശോഭ്നാഥ് യാദവാണ് ഖുദ് സേ പ്യാർ എന്ന കവിത എഴുതിയത്. അതായത് നോക്കൂ, ജനനം 14 ജൂൺ 1937. ജനനം എപ്പോഴായിരുന്നു? 14 ജൂൺ 1937. 1937 ജൂൺ 14 അദ്ദേഹം ജനിച്ചത്. 1937 ജൂൺ 14. ശോഭ്നാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. ഉത്തർപ്രദേശിലാണ് ശോഭ്നാഥ് യാദവ് ജനിച്ചത്. വേ ലേഖക് ഓർ സമ്പാദക് ഹൈ. അദ്ദേഹം ലേഖകനും സമ്പാദക് എഡിറ്ററും ആയിരുന്നു. ദരാക്തോ മേം സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരഗാഥ ആദി ഉൻകി രചനായേ ഹൈ. ദരാക്തോ മേം സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരഗാഥ ആദി മുതലായവ ഉൻകി രചനായേ ഹൈം, അദ്ദേഹത്തിൻ്റെ രചനകളായിരുന്നു, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ്? ദരാക്തോ മേം സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരഗാഥ. ഓക്കെ, ഉൻകാ ജന്മ കഹാ ഹുവ. അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയായിരുന്നു? ഉത്തർപ്രദേശ് മേ ഹുവ. ഉൻകാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. ശോഭ്നാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. കബ് ഹുവ? ശോഭ്നാഥ് യാദവ് കാ ജന്മ കബ് ഹുവ. കബ് വെൻ, എപ്പോഴായിരുന്നു? 1937 ജൂൺ 14 മേം. 14 ജൂൺ 1937. 1937 ജൂൺ 14 അദ്ദേഹം ജനിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി കവിതയിലേക്ക് കടക്കാമല്ലോ. നോക്കൂ കൂട്ടുകാരെ, നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ പ്യാർ ആണ്. പ്യാർ, സ്നേഹം എന്നതാണ്. അതിൽ തന്നിരിക്കുന്ന കവിതയോ ഖുദ് സേ പ്യാർ. ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ എന്താ? സ്വയം സ്നേഹിക്കുക. നമ്മൾ എപ്പോഴും എന്ത് പറയും? എൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല സുന്ദരനാ, അല്ലെങ്കിൽ നല്ല സുന്ദരിയാ, അവൾ നന്നായി പഠിക്കും, അവൾ ഇന്ന കഴിവുകളുണ്ട്, അതാണ് ഇതാണ് എന്നിങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര സുന്ദരനും സുന്ദരിയുമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം കഴിവുകളുണ്ട്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റ് അത് എത്ര സുന്ദരമാണ്, നിങ്ങൾ എത്ര മനോഹരമായാണ് പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഒരു കഥ എഴുതുന്നത്, അല്ലെങ്കിൽ കാണുന്ന കാഴ്ചയെക്കുറിച്ച് വിവരിക്കുന്നത്, ക്ലാസ്സിൽ അധ്യാപകരോട് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങളുടെ കഴിവുകളാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മളെ സ്നേഹിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട എന്നല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ ഇഷ്ടപ്പെടാനും ഒക്കെ ശ്രമിക്കുക. നമ്മുടെ കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടാവാനും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാനും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കഴിവുകളൊന്നുമില്ല, എനിക്കാണെങ്കിൽ ഒന്നിനും പറ്റത്തില്ല, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അവൾക്കാണെങ്കിൽ ആ കഴിവുണ്ട്, ഇവനാണെങ്കിൽ ഈ കഴിവുണ്ട് എന്നിങ്ങനെ ചിന്തിച്ച് മറ്റുള്ളവരുടെ കഴിവുകളെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നത്. മറിച്ച് നമ്മുടെ കഴിവുകൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. എല്ലാ പേരിലും ഓരോ കഴിവുകളുണ്ട്. കഴിവുകളില്ലാത്ത മനുഷ്യരേ ഇല്ല. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവുകളൊക്കെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യണം? ഖുദ് സേ പ്യാർ കരോ. നമ്മൾ സ്വയം സ്നേഹിക്കുക. ഓക്കെ, ഖുദ് സേ പ്യാർ. ഖുദ് സേ പ്യാർ മീൻസ് സ്വയം സ്നേഹിക്കുക. ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ എന്താണ്? സ്വയം സ്നേഹിക്കുക. എൻ്റെ കൂട്ടുകാർ ഇന്നു മുതൽ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ പഠിക്കില്ലേ? സ്വന്തമായിട്ട് സ്നേഹിക്കുക. ഓക്കെ, കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ പറയൂ കൂട്ടുകാരെ, ഞാൻ എത്ര സുന്ദരിയാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര സുന്ദരനാണ്,
എൻ്റെ കണ്ണ് നോക്കൂ എത്ര ഭംഗിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മൂക്ക് നോക്കൂ എത്ര ഭംഗിയുണ്ട്. നിങ്ങളുടെ പാഠപുസ്തകം വായിക്കുന്നുണ്ട്, ഞാൻ എത്ര മനോഹരമായിട്ടാണ് വായിക്കുന്നത്. എനിക്ക് ഒരു ടെക്സ്റ്റ് കിട്ടിയാൽ എന്ത് കിട്ടിയാലും എനിക്ക് നന്നായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു പാട്ട് കേട്ടിട്ട് അതിനെ തിരിച്ചു പാടാൻ നോക്കുമ്പോൾ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കൂ, ഞാൻ കേട്ട പാട്ട് അതുപോലെ പാടുന്നുണ്ടല്ലോ, അതെൻ്റെ കഴിവല്ലേ. അങ്ങനെ സ്വന്തമായിട്ട് നമ്മുടെ കഴിവുകളെ സ്നേഹിച്ച് തുടങ്ങുക. ക്ലിയർ? ഓക്കെ, തിരിച്ചു വരൂ. സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോഫി. നോക്കൂ, सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया കോഫി. സൂരജ്, സൂരജ് എന്താ? സൂരജ് സൂര്യൻ. അപ്പനെ, അപ്പനെ സ്വന്തം, തൻ്റെ. ആഗ്, ആഗ് അഗ്നി. അഗ്നി എന്ന് പറയുമ്പോൾ ചൂട്, ആ സൂര്യൻ്റെ ചൂടുണ്ടല്ലോ, അതാണ് അഗ്നി എന്ന് പറയുന്നത്. ആഗ് മീൻസ് അഗ്നി. സൂര്യൻ്റെ ചൂടിനെ എന്ത് ചെയ്യുന്നു? ഇത്തനാ പ്യാർ കരേക്കി, ഇത്രയധികം എന്ത് ചെയ്യുന്നുണ്ട്? പ്യാർ കരേക്കി, സ്നേഹിക്കുന്നുണ്ട്. വദേ സകേ ആഗ് ദുനിയാ കോഫി. എന്താണ്? സൂര്യൻ ദേ സകേ ആഗ് കൊടുക്കുമായിരുന്നു. ആർക്ക്? ദുനിയാ, ദുനിയാ ലോകം, ദുനിയാ കോഫി എന്താ? ലോകത്തിന്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ 4 വരിയുടെ ആശയം എന്താണ്? ലോകത്തിനും അഗ്നി നൽകാൻ, ഈ ചൂടും തൻ്റെ ചൂടും വെളിച്ചവും ഒക്കെ നൽകാൻ സൂര്യൻ എന്ത് ചെയ്യട്ടെ? തൻ്റെ അഗ്നിയെ, തൻ്റെ ചൂടിനെയും വെളിച്ചത്തെയും തൻ്റെ ആഗിനെ വളരെയധികം സ്നേഹിക്കട്ടെ. തൻ്റെ ആഗിനെ, തൻ്റെ അഗ്നിയെ വളരെയധികം സ്നേഹിച്ചാൽ മാത്രമേ സൂര്യൻ എന്ത് ചെയ്യാൻ പറ്റൂ? അത് ലോകത്തിനായിട്ട് നൽകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നോക്കൂ മക്കളെ. സൂരജ് അപ്പനെ ആഗ് സേ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോഫി. സൂര്യൻ എത്രമാത്രം തൻ്റെ ആഗിനെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം അതിനനുസരിച്ച് സൂര്യന് ഭൂമിക്ക് അല്ലെങ്കിൽ ലോകത്തിന് തൻ്റെ ആഗ് നൽകാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ലോകത്തിന് അഗ്നി നൽകാൻ വേണ്ടി സൂര്യൻ എന്ത് ചെയ്യട്ടെ? തൻ്റെ അഗ്നിയെ വളരെയധികം സ്നേഹിക്കട്ടെ. ഓക്കെ, ചോദിച്ചിരിക്കുന്നു നോക്കൂ. വഹ് ദേ സകേ ആഗ്, യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹേ. നോക്കൂ, അഗ്നി കൊടുക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നതിൽ അഗ്നി എന്ന് പറയുന്നത് എന്താണ്? ആഗ് എന്താ? ഇവിടുത്തെ അഗ്നി എന്ന് പറയുന്നത് ചൂടും വെളിച്ചവുമാണ്, അല്ലേ? ലൈറ്റാണ്, പ്രകാശമാണ് അവിടുത്തെ. അടുത്ത ലൈൻസ് നോക്കൂ. ദരാഖ്ത് അപ്പനെ ഫൂലോം സേ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോഫി. നോക്കൂ, എന്താണ് ദരാഖ്ത് എന്ന് പറഞ്ഞാൽ? ദരാഖ്ത് മീൻസ് വൃക്ഷം, ട്രീ. ദരാഖ്ത് മീൻസ് ട്രീ, വൃക്ഷം. ദരാഖ്ത് അപ്പനെ ഫൂലോം സേ ഇത്തനാ പ്യാർ കരേക്കി. പ്യാർ ഇഷ്ടപ്പെടുക, അല്ലേ? മുകളിൽ പറഞ്ഞു സ്നേഹം. കർദേ സക്കേ ഫൂൽ ദുനിയാ കോഫി. എന്താ? ലോകത്തിന് പൂക്കൾ നൽകാൻ വേണ്ടി എന്ത് ചെയ്യട്ടെ? ദത്ത് വൃക്ഷം തൻ്റെ പൂക്കളെ വളരെയധികം സ്നേഹിക്കട്ടെ. അതായത് ഒരു വൃക്ഷം തൻ്റെ പൂക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം പൂക്കൾ ലോകത്തിനായിട്ട് നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു വൃക്ഷം തൻ്റെ പൂക്കൾ മാത്രമല്ല തണലും കായ്കളും പൂക്കളും ഒക്കെ നൽകുന്നുണ്ട്. അതാണ് വൃക്ഷത്തിൻ്റെ പ്രത്യേകത, അല്ലേ? ദരാഖ്ത് സേ ആപ്നെ ക്യാ സമച്ച. ദരാഖ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിയത്? ദരാഖ്ത് മീൻസ് ട്രീ, ട്രീ വൃക്ഷം, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, വൃക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ പൂക്കൾ മാത്രമല്ല ലോകത്തിന് വേണ്ടി നൽകുന്നത്. ആ ഒരു വൃക്ഷത്തിൻ്റെ കായ്കളും കനികളും തണലും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, വൃക്ഷം വൃക്ഷത്തിന് വേണ്ടി ഒന്നും കരുതി വയ്ക്കുന്നില്ല. കൂട്ടരെ, തമ്പനയിൽ പറഞ്ഞതുപോലെ ഹിന്ദി എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ലെങ്കിൽ പരിഹാരമുണ്ട്. എന്താ പരിഹാരം എന്നല്ലേ? ഓരോ വാക്കിൻ്റെയും മീനിങ്സ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ആ മീനിങ്സ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹിന്ദി വാക്കും മലയാളം വാക്കും പഠിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റൻസുകൾ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, പുതിയൊരു ലാംഗ്വേജാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മൾ പഠിക്കുന്ന കുറച്ച് വാക്കുകളുടെ ഒരു നിഘണ്ടു, ഒരു പദശേഖരം ഉണ്ടാക്കുക. അപ്പം നമുക്ക് ക്രമേണ ഒരുപാട് പദശേഖരം നമ്മുടെ നിഘണ്ടുവിൽ വരികയും നമുക്ക് ഭാഷ വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. കൃത്യമായിട്ട് ഓരോ പാഠത്തിലെയും മീനിങ്സ് നന്നായി മനസ്സിലാക്കി പഠിച്ചു പോവുക. ഓക്കെ.
ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ലൈൻസ് നോക്കൂ മക്കളെ. ബാദൽ അപ്പനെ ജൽസേ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സക്കേ ജൽ ദുനിയാ കോഫി. അഗൈൻ. ബാദൽ അപ്പനെ ജൽസേ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സക്കേ ജൽ ദുനിയാ കോഫി. നോക്കൂ, ബാദൽ, ബാദൽ എന്താ? ക്ലൗഡ്, മേഘം. മേഘം അപ്പനെ ജൽസേ തൻ്റെ വെള്ളത്തിനെ, ജലത്തുള്ളികളെ, ജലത്തെ ഇത്തനാ പ്യാർ കരേക്ക് സ്നേഹിച്ചാൽ എന്താ? വഹ്ദേ സക്കേ നൽകും. ആർക്ക്? ജൽ ദുനിയ കോഫി, ദുനിയാവിന്, ലോകത്തിന്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ലോകത്തിന് ജലം നൽകാൻ മേഘം തൻ്റെ ജലത്തെ വളരെയധികം സ്നേഹിക്കട്ടെ എന്നാണ്. ലോകത്തിന് ജലം നൽകാനായിട്ട് ബാദൽ, മേഘം തൻ്റെ ജലത്തെ, ജലിനെ എന്ത് ചെയ്യട്ടെ? വളരെയധികം സ്നേഹിക്കട്ടെ. ഓക്കെ, ഇവിടെ നോക്കൂ. ബാദൽ അപ്പനെ ജൽസേ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സക്കേ ജൽ ദുനിയാ കോഫി. ബാദൽ, മേഘം ജലത്തെ സ്നേഹിച്ചാൽ മാത്രമേ എന്താ? ബാരിഷായിട്ട്, മഴയായിട്ട് ജലം ഭൂമിയിലേക്ക് വീഴുള്ളൂ അല്ലേ? ഭൂമിയിൽ ജലം വീണാൽ മാത്രമേ ഭൂമിക്ക് അല്ലെങ്കിൽ ലോകത്തിന് അതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ മേഘം തൻ്റെ ജലത്തെ സ്നേഹിക്കട്ടെ. മേഘങ്ങൾക്കുള്ളിലാണ് ജലം ഉള്ളത്. അപ്പോൾ ആ ജലത്തെ മേഘം സ്നേഹിച്ചാൽ മാത്രമേ ദുനിയാവിന്, ലോകത്തിന് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകത്തിനും ജലം നൽകാൻ മേഘം തൻ്റെ ജലത്തെ വളരെയധികം സ്നേഹിക്കട്ടെ. ഓക്കെ, നോക്കൂ. मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. കൂടി നോക്കൂ. मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. മൈം എന്താ? ഞാൻ. മൈം എന്ന് എഴുതുമെങ്കിലും മെയിം എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, മൈം എന്നായിരുന്നു. ഒരു മേം ഉണ്ട്, ഇല്ലെന്നുള്ളൊരർത്ഥത്തിൽ അല്ലേ? മേം, മേശയിൽ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ വന്നിരിക്കുന്നത് മൈം ആണ്, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് മെയിം എന്ന അർത്ഥത്തിലാണ്. മെയിം, ഞാൻ. മേം ഖുദ് സേ ഇത്തനാ പ്യാർ കരൂം ഖി. എന്താ? ഖുദ് എന്താണ്? ഖുദ് സ്നേഹം, ഖുദ് സ്വയം. ഞാൻ എന്ത് ചെയ്യും? മേം ഖുദ് സേ, ഞാൻ സ്വയം. ഇത്തനാ പ്യാർ കരൂം ഖി, ഇത്രയധികം എന്ത് ചെയ്യും? സ്നേഹിക്കും. എന്തിനാ? ദേ സക്കൂം പ്യാർ ദുനിയാ കോഫി, ലോകത്തിന് സ്നേഹം നൽകാൻ വേണ്ടി, ലോകത്തെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എന്നെ തന്നെ സ്നേഹിക്കും അല്ലേ? ലോകത്തിന് സ്നേഹം നൽകാൻ ഞാൻ എന്ത് ചെയ്യും? സ്വയം സ്നേഹിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ? മനസ്സിലായോ? ആദ്യം നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ? ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റി കൂടി ഇതിനോടൊപ്പം തരണമെന്ന് കരുതിയതാണ്. പക്ഷെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ.